സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. വയനാടിനായി കൈകോർത്ത് കേരളം. ജനസാഗരമായി LDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും. കേന്ദ്രം എത്ര അവഗണിച്ചാലും ദുരന്തബാധിതരെ കേരളം പുനരധിവസിപ്പിക്കുമെന്ന MV ഗോവിന്ദൻ മാസ്റ്റർ. കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, അവകാശമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്രാവഗണനയെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. കേന്ദ്രത്തിന്റെ ഇത്തരം നയങ്ങൾ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്നതിന് പശ്ചാത്തലമൊരുക്കുകയാണെന്നും TP രാമകൃഷ്ണൻ. കൊടകര കുഴൽപ്പണക്കേസിൽ ഉടൻ കുറ്റപത്രം നൽകുമെന്ന ED ഹൈക്കോടതിയിൽ. അന്വേഷണം അവസാന ഘട്ടത്തിലെന്നും ED. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ അന്വേഷണ സംഘം തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6ആയി. മരിച്ചത് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന എടത്വ സ്വദേശി ആൽവിൻ ജോർജ്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. സൂരജ് കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ദൗത്യം വിജയത്തിലേക്ക്. പ്രോബ3 വിക്ഷേപിച്ചു. പൂജാ ഭംബർ ഭാഗ്യശാലി കൊല്ലത്ത്. ഒന്നാം സമ്മാനം കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിന്. ദിനേശിന് ലഭിക്കുക 6,18,00,000 രൂപ. കൊച്ചിയിൽ ട്രെയിനിൽ വെച്ച യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ CIക്കെതിരെ കേസ്. അഗളി SHO അബ്ദുൾ ഹക്കീമിനെതിരെയാണ് കേസ്. യുവതിയുടെ പരാതിയിൽ എറണാകുളം റെയിൽവേ പോലീസാണ് കേസെടുത്തത്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകം. മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതക കാരണം. കോഴിക്കോട് എലത്തൂർ HB സംഭരണ കേന്ദ്രത്തിലെ ഇന്ധനച്ചോർച്ച സാങ്കേതിക പരാജയമെന്ന ജില്ലാ കളക്ടർ. വെള്ളം മലിനമായത് പരിഹരിക്കാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകി. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തതായും കളക്ടർ അറിയിച്ചു. കുഞ്ഞുങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ആലപ്പുഴയിൽ നവജാത ശിശു വൈകല്യങ്ങളുമായി ജനിച്ച സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം സർക്കാർ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ കളർകോട് വെച്ചുണ്ടായ മെഡിക്കൽ വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ വാഹനം വാടകയ്ക്ക് നൽകിയത്. വാഹനത്തിന്റെ കാലപ്പഴക്കവും അപകടത്തിന് കാരണമായിട്ടുണ്ടെന്നും ഗതാഗത വകുപ്പ്. വാഹനം ഓടിച്ച ഗൗരി ശങ്കറിനെതിരെ കേസെടുത്ത് പോലീസ്. പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കില്ല. ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനായിരുന്നു കരാർ കമ്പനിയുടെ നീക്കം. CPMന്റെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരത്തെ തുടർന്നാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റം. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം ലക്ഷ്യത്തിലേക്ക്. ഭൂമി ഏറ്റെടുക്കലിനായി കിഫ്ബി അനുവദിച്ച 569.34 കോടി രൂപ RBDCക്ക് റവന്യൂ വകുപ്പിന് കൈമാറി. കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതിനുള്ള ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യം.
മരണാനന്തര അവയവദാനം നടത്തി മാതൃകയായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ദീപ റാണി. കോഴിക്കോട് സ്വദേശിയായ ദീപ റാണി ഈ വിഭാഗത്തിൽ നിന്ന് അവയവദാനത്തിന് തയ്യാറായ ആദ്യ വ്യക്തി കൂടിയാണ്. വടകര മണിയൂർ മന്തത്തൂരിൽ കിണറ്റിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കുടി മൂസയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര പോലീസും അഗ്നിരക്ഷാസേനയും മൃതദേഹം പുറത്തെടുത്തു. തിരുവനന്തപുരം ചുള്ളിമാനൂർ HSUP സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ആനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശ്രീകല ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് മേളങ്ങളും വർണ്ണാഭമായ പ്ലോട്ടുകളും കുട്ടികൾ അണിയിച്ചൊരുക്കിയ വേഷവിധാനങ്ങളും വിളംബര ഘോഷയാത്രയിലുണ്ടായിരുന്നു. വേൾഡ് മലയാളി അസോസിയേഷനും CPIM മെഡിക്കൽ കോളേജ് ലോക്കൽ കമ്മിറ്റിയും ചേർന്ന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കുമാരപുരം സ്വദേശിനി മോളിക്കും മക്കൾക്കും കൈമാറി. അസോസിയേഷൻ പ്രസിഡന്റ് ബാബു സ്റ്റീഫനും സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രനും ചേർന്നാണ് താക്കോൽ ദാനം നടത്തിയത്. ചവറ സമഗ്ര ശിക്ഷ കേരളം BRC ചവറയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിദ്യാകരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ K കൊച്ചയ്യം അധ്യക്ഷനായി. PP ചിത്തരഞ്ജൻ MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി ആര്യാട് നോർത്ത് UP സ്കൂളിന് 5 കമ്പ്യൂട്ടറും പ്രൊജക്ടറും കൈമാറി. PP ചിത്തരഞ്ജൻ കമ്പ്യൂട്ടറുകൾ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന് സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരണം ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകും. പാലക്കാട് NGO യൂണിയൻ ജില്ലാ കായികമേളയിൽ ആലത്തൂർ ഫോർട്ട് ഏരിയകൾ ജേതാക്കളായി. പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ക്രൈംബ്രാഞ്ച് DYSP KC വിനു മേള ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകൾ ഉൾപ്പെടുന്ന നോർത്ത് സോണിലെ മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള 3 ദിവസത്തെ പരിശീലനമാണ് കിലയിൽ നടക്കുന്നത്. തിരുവനന്തപുരത്ത് കേരളത്തിന് ദിശാബോധം നൽകിയ ജനനേതാക്കളുടെ പ്രതിമകൾ നഗരത്തിൽ സ്ഥാപിക്കും. AKG, EMS, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ ശില്പങ്ങളാണ് സ്ഥാപിക്കുന്നത്. ഉണ്ണീക്കാനായിയാണ് 3.5 അടി ഉയരമുള്ള ശില്പങ്ങൾ നിർമ്മിച്ചത്. കണ്ണൂർ ചെറുകുന്ന ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ച കൈരളി TV ന്യൂസ് എഡിറ്റർ PV കുട്ടൻ ജേർണലിസം സാധ്യതകളും പരിമിതികളും വിഷയത്തിൽ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലത KR അധ്യക്ഷയായി. കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ സ്ഥാപനത്തിലെ 32ഓളം വനിതാ ജീവനക്കാർ അണിനിരക്കുന്ന ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ നൃത്താവതരണം. കേരള സർവകലാശാല ജീവനക്കാരുടെ കലാസാംസ്കാരിക സമിതിയായ ധമനിയാണ് വേറിട്ട പരിപാടി അവതരിപ്പിച്ചത്. കേരള സർവകലാശാലയിൽ ആരംഭിച്ച ഡാൻസ് ഫെസ്റ്റ് സൂര്യ കൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സഹകരണ ഭവനിലേക്ക് അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ ക്രിമിനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കേരള NGO യൂണിയന്റെയും KGOയുടെയും നേതൃത്വത്തിൽ ജീവനക്കാർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ ഒരുപറ്റം പ്രവർത്തകർ സഹകരണ ഭവനിലേക്ക് ഇരച്ചു കയറുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ സജീവമായി നിലനിർത്തുന്നതിനുള്ള ചട്ടങ്ങളിൽ കാലോചിത മാറ്റങ്ങൾ വേണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടു. ധനേതര ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും സജീവമായി നിലനിർത്തുന്നതിന് പരിഗണിക്കണമെന്നും SBI ആവശ്യപ്പെട്ടു. ദില്ലിയിൽ 640 കോടിയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ 4 പേർ ED അറസ്റ്റിൽ. 640 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അറസ്റ്റ്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.